യേശുക്രിസ്തുവിന് തുല്യം ചൊല്ലാൻ ആരുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പാടുമ്പോൾ നമ്മുടെ അനുഭവമായി മാറണം. പ്രൈസ് ഗോഡ്. യേശുവിന് തുല്യം ചൊല്ലാൻ ആരുമില്ല. പ്രൈസ് ഗോഡ്. യേശുവിനെ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞു, യേശുവിൻ്റെ ജീവനേക്കാൾ വലിയവനാണ്. പ്രൈസ് ഗോഡ്. ഈ ഒരു അനുഭവം, ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ടാകും, ആരാധനയ്ക്ക് വിടുതലുണ്ടാകും. ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്കൊരു യുദ്ധം ജയിച്ചെന്ന ഭാവത്തോടെ മടങ്ങിപ്പോകാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചൂട് വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം. അതിനുള്ള നടപടികൾ 2 വിധത്തിൽ എടുക്കുന്നുണ്ട്. ദൈവം സഹായിച്ചാൽ ഈ ഡിസംബർ 31 മുമ്പ് പരിഹാരങ്ങൾ 1ാം ഘട്ടം നടക്കും. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ, ദൈവം നമ്മളെ സഹായിച്ചെങ്കിൽ ഇനിയും സഹായിക്കാൻ മതിയായവനാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ സങ്കീർത്തനം വെറും പ്രൈസ് ഗോഡ് 7 വാക്യങ്ങൾ മാത്രമുള്ളൊരു ചെറിയ സങ്കീർത്തനമാണ്. പക്ഷേ ഇതിൽ കൂടെ ഇന്ന് ദൈവത്തിന് എന്നോട് നിങ്ങളോടും സംസാരിക്കാൻ കഴിഞ്ഞാൽ, കേൾക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തിന് സംസാരിക്കാൻ കഴിയും, പക്ഷെ അത് കേൾക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എന്നിവിടെ പുതുതായ ആരാധനയ്ക്ക് വന്നവരോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങളത് അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണം. ദൈവം എങ്ങനെ സംസാരിക്കുമെന്നറിയാമോ? ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരിക്കാം. ഇവിടെ നിങ്ങളെ ആർക്കും പരിചയമില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ തൊട്ട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവം എന്നോട് ഇടപെടുകയാണ്. എന്നിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. തുടർന്ന് പിന്നെയും ദൈവം സംസാരിക്കും. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഏതൊരു വിഷയമായിട്ടാണോ വന്നത്, ആ വിഷയത്തിന് ഒരു ആത്മീയമായ നിലവാരത്തിലുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. ഞാൻ പറയട്ടെ, ആത്മീയമായൊരു പരിഹാരം പ്രാപിക്കാൻ വിശ്വാസത്തോടെ പോയാൽ പിന്നെ നിങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ല, ഞാനുമല്ല, ദൈവമായിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കണം. ദൈവത്തെ ഏൽപ്പിക്കുന്നത് നേർച്ചയിട്ടല്ല, കാഴ്ചയിട്ടല്ല, ചില പ്രൈസ് ഗോഡ് കർമാചാരങ്ങളാലല്ല. ദൈവത്തെ ഏൽപ്പിക്കുന്നത് വിശ്വാസത്താൽ. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അതിന് കാരണം വേണം. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ഈ 1000 കോടി ജനങ്ങൾ ആരാധിക്കുന്ന കോടാനുകോടി ദൈവങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളാണ് ഭാരതത്തിലുള്ളതെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. കോടാനുകോടി ദൈവങ്ങളുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവമായി ആരാധിക്കുന്ന വിവിധ ശക്തികളുണ്ട്. ചിലർ മനുഷ്യനെ ആരാധിക്കുന്നു, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ആരാധിക്കുന്നു, മരിച്ചുപോയ മനുഷ്യരെ ആരാധിക്കുന്നു. ഇനിയും ചിലർ മൃഗങ്ങളെ ആരാധിക്കുന്നു, നാൽക്കാലികളെ ആരാധിക്കുന്നു, ഇരിക്കാലികളെ ആരാധിക്കുന്നു, ഇഴജാതികളെ ആരാധിക്കുന്നു, പറവജാതികളെ ആരാധിക്കുന്നു. ഇനിയും മറ്റൊരു കൂട്ടർ ജീവനില്ലാത്ത കല്ലിനെ ആരാധിക്കുന്നു, നദിയെ ആരാധിക്കുന്നു, പുഴയെ ആരാധിക്കുന്നു. ഒരു കൂട്ടർ വൃക്ഷങ്ങളെ ആരാധിക്കുന്നു. ഇനിയും മറ്റൊരു കൂട്ടർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നു, ചന്ദ്രനെ ആരാധിക്കുന്നു, സൂര്യനെ ആരാധിക്കുന്നു. സൂര്യൻ എന്താണ്, ചന്ദ്രൻ എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്? നമുക്ക് പറഞ്ഞ് പഠിക്കേണ്ട കാര്യമില്ല, പഠിപ്പിക്കേണ്ട കാര്യമില്ല. ചൊവ്വ എന്താണ്, വ്യാഴം എന്താണ്, ശനി എന്താണ്, ബുധൻ എന്താണ്, ശുക്രൻ എന്താണ്? ഇതൊന്നും പേടിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. പക്ഷെ ജനം അതിനെ ആരാധിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു മൂർഖൻ പാമ്പിനെ കണ്ടാൽ ചിലർ വടിയെടുത്ത് തല്ലിക്കൊല്ലുന്നു, ചിലർ അതിന് മുമ്പിൽ മുട്ടുകുത്തി വണങ്ങുന്നു. ഏതാ ശരി? പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ളൊരു ആരാധനയുടെ കൂട്ടത്തിൽ നമുക്ക് ആരാധിക്കാനുള്ള ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ
അവതരിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കുമ്പോൾ യേശുവിന് തുല്യം ആരുമില്ലെന്ന് പാടിയതുപോലെ നമുക്ക് പാടാൻ പറ്റും. എന്തിന് യേശു വന്നു? ലോകത്ത് അനേക അനേക മതനേതാക്കന്മാർ വന്നത് ദുഷ്ടനെ നശിപ്പിച്ച് ശിഷ്ടനെ സംരക്ഷിക്കാനാണ്. ദുഷ്ടനിഗ്രഹവും ശിഷ്ട സംരക്ഷണവും. പ്രൈസ് ഗോഡ്. എന്നാൽ യേശു വന്നത് ദുഷ്ടനെ, പാപിയെ സ്നേഹിച്ച് പാപത്തിന് പരിഹാരം വരുത്താനാണ്. ഇന്ന് പകല് അതുകൊണ്ടാണ് നമുക്ക് ഗുണമുള്ളത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം അഭക്തന്മാരായിരിക്കുമ്പോൾ തന്നെ ഒരുവൻ എന്നെ സ്നേഹിച്ചു, നസ്രയനായ യേശു. തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങത്തക്കവണ്ണം സ്നേഹിച്ചു. തൻ്റെ സ്വന്തം ജീവനെ ഈ ലോകത്തിൽ വന്ന് ഒഴുക്കി കളയത്തക്കവണ്ണം സ്നേഹിച്ചു. എന്തിന്? മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന്, പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന ദൈവിക പദ്ധതിയിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു നിസ്തുല്യനാണ്. യേശു നിസ്തുല്യൻ എന്ന് ഉറക്കെ പറയാമോ? യേശു, എല്ലാവരും പറഞ്ഞാട്ടെ, യേശു നിസ്തുല്യൻ. യേശുവിനെ പോലെ ആരുമില്ല, ആരുമില്ല. സ്നേഹിപ്പാൻ ആരുമില്ല, തുല്യം ചെല്ലാൻ ആരുമില്ല. യേശുവിനെ പോലെ വേറെ ആരുമില്ല. യേശു സത്യദൈവം, ജീവനുള്ള ദൈവം, വിടുവിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം. വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറയാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. അതുകൊണ്ട് ആരാധന, 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 അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, എന്നിൽ ഞാനും ചേരുന്നു. സ്നേഹമേ, പ്രേമമേ, എന്നിൽ ഞാനും ചേരുന്നു. ആരാധന. ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കാൻ കഴിവുള്ള, നിന്നെ സഹായിക്കാൻ കഴിവുള്ള, നിന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള, നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള യേശുവിനെ ഉള്ളു തുറന്ന് ആരാധിച്ചാട്ട്. ആരാധന,
എന്നെ ഉള്ളിൽ നിന്ന് പാടാം. എൻ ജീവനെ കാളും നീ വലിയതാ. മറ്റൊരുത്തനും ഇതിനേക്കാൾ വലിയവനല്ല. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. അതുകൊണ്ട് തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം കർത്താവേ, നിനക്ക് തുല്യൻ ആരുമില്ല, നിനക്ക് തുല്യൻ ആരുമില്ല, നിനക്ക് തുല്യൻ ആരുമില്ല യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. ആരാധന 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 ഇന്നത്തെ ആദ്യത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ 4 കാര്യങ്ങൾ ചെയ്യുന്നു. 1, ഉറക്കെ നിലവിളിക്കുന്നു. ഉറക്കെ കരഞ്ഞിട്ടുള്ളവർ എത്ര ഇവിടെ വന്നിട്ടുണ്ട്? എപ്പോഴാണ് കരഞ്ഞത്? നമ്മൾ പറയാറില്ലേ, വാവിട്ട് കരഞ്ഞെന്ന് പറയാറില്ലേ? എപ്പോഴാണ് കരഞ്ഞത്? എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? ആരുടെ മുമ്പിലാണ് കരഞ്ഞത്? എപ്പോഴാണ് കരഞ്ഞത്?
നിങ്ങൾ പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്ക്. 4 ചോദ്യം. നിങ്ങൾ ഉറക്കെ കരഞ്ഞവരാണെങ്കിൽ എപ്പോഴാണ് കരഞ്ഞത്? എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? ആരുടെ മുമ്പിലാണ് കരഞ്ഞത്? അവസാനം 4-ാമത്തെ ചോദ്യം, എന്നിട്ട് റിസൾട്ട് എന്തായി? വാട്ട് വാസ് ദ റിസൾട്ട്? യേശുവിൻ്റെ മുമ്പിൽ കരഞ്ഞവർക്ക് പറയാൻ സാധിക്കും, എൻ്റെ നിലവിളിക്ക് മറുപടി കിട്ടി. എൻ്റെ നിലവിളിക്ക് മറുപടി കിട്ടി. എൻ്റെ നിലവിളിക്ക് മറുപടി കിട്ടി. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം നിന്റെ നിലവിളിക്ക് മറുപടിയുണ്ട്? ഇനിയും മറുപടിയുണ്ട്. ദൈവവേദന നിന്റെ കരച്ചിലിന് മറുപടി ഉണ്ട്. നിനക്ക് നിശ്ചയമായും ഈ ദൈവത്തെ വിശ്വസിക്കാം, യേശുവിനെ വിശ്വസിക്കാം. അവന്റെ മുമ്പിൽ കരഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. ശരിയാണോ? യേശുവിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് മറുപടി കിട്ടിയവർക്ക് ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. ഇത്രയും പേര് യേശുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് മറുപടി മേടിച്ചവരാണല്ലോ. എന്നാൽ ഇന്നും കരഞ്ഞാൽ നിനക്ക് മറുപടിയുണ്ട്. നാളെ കരഞ്ഞാൽ മറുപടിയുണ്ട്. ഈ വർഷം കരഞ്ഞതിന് മറുപടിയുണ്ട്. അടുത്ത വർഷം കരഞ്ഞാലും മറുപടിയുണ്ട്. ആമേൻ. അപ്പം ചിലർ ചിന്തിക്കും, എടാ യേശുവിൻ്റെ അടുക്ക കരഞ്ഞാൽ മാത്രമേ മറുപടിയുള്ളൂ. പ്രൈസ് ഗോഡ്. എവിടെ കരഞ്ഞാലും മറുപടി കിട്ടത്തില്ലേ? ഞാൻ പറയാം, എവിടെ കരഞ്ഞാലും മറുപടി കിട്ടും. പക്ഷെ മറുപടി തരുന്നത് യേശുവാണ്. കാരണം ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ യേശു നിരസിക്കയില്ല. ജാതി നോക്കത്തില്ല, മതം നോക്കത്തില്ല, വീട് നോക്കത്തില്ല, വിദ്യാഭ്യാസം നോക്കത്തില്ല. നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മനസ്സുരുകി കരഞ്ഞ വിളി കേട്ടിരിക്കും. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചത് ആരോടായാലും ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ മനസ്സുരുകിയ സമയത്ത് ഇറങ്ങി വരുന്നത് യേശുവാണ്. യേശു തന്നെ. ഒത്തിരി അനുഭവസ്ഥർ, അക്രൈസ്തവർ എഴുതി വെച്ചത് ഞാൻ ഓർക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരിൽ അഗ്രഗണ്യനായിരുന്നു സാധു സുന്ദർ സിംഗ്. പഞ്ചാബിലെ ഒരു സിഖുകാരനായിരുന്നു. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിന് യേശു ആരെന്നറിയത്തില്ല. ക്രിസ്ത്യാനികളെക്കുറിച്ച് പുച്ഛമായിരുന്നു ആ കുടുംബത്തിന്. ഒരു ദിവസം ഹല്ലേലൂയ സുവിശേഷം കേൾക്കാനിടയായി. അങ്ങനെ പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സുന്ദർ സിംഗ് അങ്ങനെ രക്ഷിക്കപ്പെട്ടതല്ല. പലർക്കും പറയും, ഞാൻ സുവിശേഷം കേട്ടു, അങ്ങനെ രക്ഷിക്കപ്പെട്ടതല്ല, അങ്ങനെ യേശുവിനെ അറിഞ്ഞതല്ല. യേശുവിൻ്റെ ഏറ്റവും അടുത്ത അനുഭവങ്ങളെ പങ്കുവെക്കുന്നൊരു വ്യക്തിയായി സുന്ദർ സിംഗ് മാറി. സുന്ദരനെ കണ്ടവർ യേശുവാണെന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വ്യത്യാസം, അത്രയ്ക്ക് തേജസ്സായിരുന്നു ആ മുഖത്ത്. എങ്ങനെ യേശുവിനെ കണ്ടതെന്നറിയാമോ? വീട്ടിൽ ഒരു ദിവസം യൗവനക്കാരനായിരിക്കുന്ന സുന്ദർ സിംഗിന് ഒരാഗ്രഹമുണ്ടായി. ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ വെളിപ്പെടണം. ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ വെളിപ്പെടണം. സത്യാന്വേഷികളുടെ ഉള്ളത്തിൽ ഈ ദാഹം വന്നു കഴിഞ്ഞാൽ ഒരു മറുപടി കിട്ടാതെ സ്വസ്ഥത കിട്ടത്തില്ല. ഏതായാലും പ്രാർത്ഥന തുടങ്ങി. രാവിലെ തൊട്ട് പ്രാർത്ഥന ആരംഭിച്ചു. രാത്രിയായി, ഒന്നും നടക്കുന്നില്ല. പാതിരാവായി, ഒന്നും നടക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, ജീവനുള്ളൊരു ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? മറ്റു മൃഗങ്ങൾ മരിക്കുന്നവർ ഞാനും മരിക്കും, മണ്ണോട് ചേരും. ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്? ഒടുക്കം ഒരു തീരുമാനത്തിലെത്തി. 4 മണി വരെ വെയിറ്റ് ചെയ്യും. ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യക്ഷപ്പെടണം, ഇല്ലെങ്കിൽ
4 മണിക്ക് തൻ്റെ വീടിനടുത്തൂടെ പോകുന്ന ഒരു തീവണ്ടിക്ക് മുമ്പിൽ ചാടിത്താൻ ചാകും. പ്രൈസ് ഗോഡ്. സുന്ദർ സിംഗ് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 4 മണി ആകാറായി, ഒന്നും സംഭവിച്ചില്ല. 4 മണിയോട് അടുത്തപ്പോൾ സുന്ദർ സിംഗ് തീരുമാനിച്ചു, ദൈവം എന്ന് പറഞ്ഞ ഒന്നില്ല, ജീവിച്ചിട്ട് കാര്യമില്ല, ഒരർത്ഥവുമില്ല ജീവിതത്തിന്. അദ്ദേഹം എഴുന്നേറ്റപ്പോൾ മുറിയിലേക്കൊരു വെളിച്ചം കടന്നു വന്നു. ആ വെളിച്ചത്തിനകത്തൊരു ദൈവദൂത തുല്യനായൊരു മനുഷ്യനെ ഒരു അഭൗമ തേജസ്സിൽ താൻ കണ്ടു. പ്രൈസ് ഗോഡ്. അദ്ദേഹം ചോദിച്ചു, നീയാണോ ദൈവം? ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവമാണെങ്കിൽ ആര്? മറുപടി കൊടുത്തു, സുന്ദർ സിംഗ്, ഞാൻ യേശുവാണ്. നിന്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ വന്ന് നിന്നോട് ഇടപെടുവാൻ യേശുവിന് ശക്തിയുണ്ടെന്ന് സുന്ദർ സിംഗിന്റെ മനസ്സിലായി. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങളെ കണ്ട് നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ കണ്ണുനീർ കണ്ട് വിടുവിക്കാൻ കഴിവുള്ള യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് പോകാവൂ. ഒരു ദൈവമുണ്ടെങ്കിൽ, ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ച സുന്ദർ സിംഗിന്റെ മുമ്പിൽ യേശു വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. 1000 ദൈവങ്ങളും കോടാനുകോടി ദേവതകളും ഉണ്ടെങ്കിൽ അതിന്റെ മധ്യേ തുല്യം ചൊല്ലാൻ അല്ലാത്ത മറ്റൊരുവനുണ്ട്, നസറേയനായ യേശു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ, യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ, യേശുവിന്റെ നാമത്തിൽ സന്തോഷം, യേശുവിന്റെ നാമത്തിൽ സമാധാനം, യേശുവിന്റെ നാമത്തിൽ എല്ലാം 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 ഉണ്ട്. വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ എന്തുമുണ്ടെന്ന്. യേശു മതിയായവനെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ച് പ്രാപിച്ചേ പോകാവൂ. 2012 എനിക്കറിയത്തില്ല, എന്നാൽ ഇന്ന് മുതൽ നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു മതിയായവൻ, യേശു മതിയായവൻ, യേശു മതിയായവൻ. ഹല്ലേലൂയ. അപ്പം ഹൃദയം തകർന്നവർക്ക് യേശു സമീപസ്ഥൻ, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. ഈ 2 വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ചരിത്രത്തിൽ അനേകരുടെ അനുഭവത്തിൽ യേശു വെളിപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷം കടന്നു ചെല്ലാൻ കഴിയാത്ത അനേക രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് യേശു വെളിപ്പെടുകയാണ് ഇന്നും. നിങ്ങൾക്കറിയാമോ, ലോകത്തിൻ്റെ അവസാനം വരുന്നതിന് മുമ്പ് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടണം. ഇന്ന് റേഡിയോ ഓൺ ചെയ്യ്, TV ഓൺ ചെയ്യ്, 24 മണിക്കൂറും യേശുവിനെക്കുറിച്ച് ലോകം ഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ആരുമില്ലെന്ന് വരുമ്പോൾ കർത്താവിൻ്റെ വരവ് വരും. മധ്യാകാശത്തിൽ എൻ്റെ യേശു വെളിപ്പെടുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. My Jesus will come soon. My Jesus will come soon. My Jesus is going to come soon. ആമേൻ. എന്നാൽ അതിനു മുമ്പ് ഇവിടെ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ, ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ എനിക്കൊരു ഉടയവനുണ്ടെന്ന്, എനിക്കൊരു ഉടമസ്ഥനുണ്ടെന്ന് ഒരു തോന്നലുണ്ടാകാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ നന്മ പ്രാപിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് അതൊന്ന് പറയുക. പ്രൈസ് ഗോഡ്. നമ്മുടെ ചുറ്റുപാടുള്ളവരോട് പറയണം, കുറച്ചുകൂടെ ദൂരോട്ട് പറയണം, പിന്നെ കുറച്ചുകൂടെ ദൂരോട്ട് പറയണം. വേദപുസ്തക പ്രകാരം യെരുശലേമിൽ, യഹൂദിയിൽ, ശമരിയിൽ, ഭൂമിയുടെ അറ്റത്തോളം. പ്രൈസ് ഗോഡ്. ഇവിടെ നിന്നൊരു കർത്താവിൻ്റെ ദാസൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കേരളത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ താൻ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഗുജറാത്തിൽ ചെന്ന് സുവിശേഷം അറിയിക്കാൻ പോയതാണ്. 1000 കർത്താവിനെ അറിയുന്നു, 1000 രക്ഷിക്കപ്പെടുന്നു, 1000 സ്നാനപ്പെടുന്നു, 1000 കർത്താവിനെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്നു. അങ്ങനെ വലിയ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു. ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന പലരെയും ദൈവം അതിനുവേണ്ടി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ ദൈവം കണ്ടിട്ടുണ്ടെന്ന്? എവിടെയെങ്കിലും കർത്താവിൻ്റെ ഒരു വലിയ സാക്ഷിയാകാൻ എന്നെ ദൈവം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. വത്സാട് സജി എന്ന അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ അനുഭവങ്ങളും ദൈവവചനത്തിൽ കൂടെയുള്ള പ്രബോധനങ്ങളും ദൈവം ഈ നാളുകളിൽ ആ ദേശത്ത് ചെയ്യുന്ന അത്ഭുതങ്ങളെയും നമുക്ക് കേൾക്കാം.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നോർത്ത് ഇന്ത്യയിൽ പോകാൻ താല്പര്യമുള്ളവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ആമേൻ. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും നിങ്ങൾ അവിടെ ചെന്ന് ചുമ്മാ കൈ ചൂണ്ടിയാൽ നടക്കും. കാരണം എന്നറിയാമോ, അവിടെയൊക്കെ കുട്ടി പിശാചുക്കളെ ഉള്ളൂ. ഇവിടെ കുടിയമുത്ത് പിശാചുക്കളാണ്. എന്നാൽ ആരണ്ട് പറയുന്നത് കേട്ടു, ഇവിടുത്തെ പിശാചിന് ബൈഹാർട്ടാണ് ബൈബിൾ മുഴുവൻ. പ്രൈസ് ഗോഡ്. ഇവിടെ വചനം പ്രസംഗിച്ചാൽ അങ്ങ് ഏക്കാൻ പാടാ. എന്നാൽ വേറൊരാളെ പറഞ്ഞിട്ട് ഒരാളെ ചെരിച്ച് പിടിച്ചിട്ട് ഇവിടെ 2 കൊട്ട് കൊട്ടിയാൽ 1 കൊട്ട വചനം കിട്ടുമെന്ന് ഈ ചെവി കൂടെ. നമ്മളൊക്കെ ഇത് കേട്ട് കേട്ട് തഴമ്പിച്ച് പോയി. കേൾക്കാത്ത ആയിരങ്ങളുള്ള, 10,000-ങ്ങളുള്ള, ലക്ഷങ്ങളുള്ള, കോടികളുള്ള രാജ്യമായി ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2013 എനിക്ക് അവസരം കിട്ടിയ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോയി ഒരാഴ്ചയെങ്കിലും അവിടെ താമസിച്ച് സുവിശേഷ വേലയിലൊരു പങ്കാളിയാകാൻ താല്പര്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ, താല്പര്യമുള്ളവർ ഒന്ന് കൈപൊക്കാമോ? ഇത്രയും പേര് പേരെന്ന് എഴുതി കൊടുത്താൽ അടുത്ത 12 മാസമുണ്ട് നമ്മുടെ മുമ്പിൽ. നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റും. പ്രൈസ്. ഭർത്താവ് കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഭാര്യ കൂടെ പോയേ പറ്റൂ. ഭാര്യ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ചോദിച്ച് മനസ്സിലാക്കി കൂടെ പോയാൽ നല്ലതാണ്. പ്രൈസ് ഗോഡ്. എന്നുവെച്ചാൽ ഇവിടെ 2 പേരും കൈ പൊക്കുന്നുണ്ട്. ആ സഹോദരന്മാരുടെ ഒന്നും കൈ പൊക്കി, സഹോദരിമാരുടെ ഒന്നും കൈ പൊക്കി. ഒരു കുടുംബമായിട്ട് പൊക്കിയൊന്നും എനിക്ക് അറിയത്തില്ല. സുവിശേഷ വിളി എന്ന് പറയുന്നത് വീട്ടിൽ ഒരാൾക്ക് കിട്ടിയാൽ മതി, ബാക്കിയുള്ളവരെല്ലാം പുറകെ വരുന്ന പരിപാടിയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം അതാ. ഒരാളുടെ ശരീരത്തിലോട്ട് ഇത് കയറിയാൽ മതി, ഒരാളുടെ മനസ്സിലോട്ട് ഇത് കയറിയാൽ മതി, ഒരാളുടെ തലയിലോട്ട് ഇത് കയറിയാൽ മതി, ആ കുടുംബം മുഴുവൻ. കാരണം പ്രൈസ് ഗോഡ്, കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരാളെ കർത്താവിന് കിട്ടിയാൽ മതി, ആ കുടുംബത്തെ മുഴുവൻ ബാക്കി കാര്യം ദൈവം ചെയ്തോളും. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവസരങ്ങൾ ഒത്തിരി ഉണ്ടാകാൻ പോവുകയാണ്. അടുത്ത വർഷം ഈ സുവിശേഷ യാത്രകൾ എല്ലാ മാസത്തിലും ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സ്തോത്രം. ദൈവദാസന്മാർ, സജീവപ്പോലുള്ള ദൈവദാസന്മാർ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ദൈവം സഹായിച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം, എല്ലാ സ്റ്റേറ്റിലും ഒന്നിലധികം ദൈവദാസന്മാർ. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, വേണ്ട സഹായം ചെയ്തു തരാനുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും മിക്കവാറും ഒരാളെങ്കിലും കാണും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. അപ്പം നിങ്ങൾ ഒരുങ്ങിയിരുന്നോണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സമയമൊക്കെ എഴുതി തന്നാൽ അതനുസരിച്ച്, എന്ന് വിചാരിച്ച് സമ്മർ വെക്കേഷൻ എല്ലാം കൂടി ഇവിടുന്ന് പോയേക്കല്ല സഭ കാലിയാവരുത്. കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണം. എല്ലാം കൂടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞാൻ പിന്നെ ആരോഗ്യ സഭ നടത്താനാണ്, എല്ലാം നോർത്ത് ഇന്ത്യക്ക് പോയാൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ചിട്ടയായിട്ട് കാര്യങ്ങൾ നടക്കണം. പ്രൈസ് ഗോഡ്. എല്ലാവരും പോകും. പക്ഷേ നിങ്ങൾ ഔചിത്യം ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ഔചിത്യം ഉപയോഗിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. ഏതായാലും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. സങ്കീർത്തനം 1 വായിച്ച് 1-2 വാക്യം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. 4 കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒന്ന്, അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ കാര്യം പിടികിട്ടും. ആദ്യം പറഞ്ഞത് നിലവിളിക്കുന്ന, ഉറക്കം നിലവിളിക്കുന്നു. എന്തിനാടാ നിലവിളിക്കുന്നത് ചോദിച്ചാൽ അവസാനം പറഞ്ഞതാ എന്തുവാ? കഷ്ടത. കഷ്ടത. അപ്പോൾ സങ്കീർത്തനക്കാരനൊരു കഷ്ടം വന്നപ്പം പുള്ളി ആദ്യം ചെയ്ത പരിപാടി തന്നെ നിലവിളിച്ചു. എങ്ങനെ നിലവിളിച്ചു? ഉറക്കെ നിലവിളിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമത് ചെയ്ത പരിപാടി എന്നാ? ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. രണ്ടാമത് യാചിച്ചു, ഉച്ചത്തിൽ യാചിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്നാമത് ഉറക്കെ നിലവിളിച്ചു, രണ്ടാമത് ഉച്ചത്തിൽ യാചിച്ചു. മൂന്നാമത് എന്നാ ചെയ്തേ? അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. മൂന്നാമത് ചെയ്തത് സങ്കടം അവൻ്റെ സന്നിധിയിൽ പകർന്നു. പ്രൈസ് ഗോഡ്. നാലാമത് എന്ത് ചെയ്തു? എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിനകത്ത് വിശദീകരിച്ച് നോക്കിയാൽ നിലവിളി ഇമോഷണലാണ്. പ്രൈസ് ഗോഡ്.
മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവനായിരിക്കുന്ന സുഖത്തിൽ നിന്ന് വെളി ചാടിയാൽ എന്തു ചെയ്യും? കരയും. അവൻ പ്രതീക്ഷിക്കാത്തടത്ത് ചെന്ന് പെട്ടാൽ കരയും. പ്രതീക്ഷിക്കാത്തതൊന്ന് സംഭവിച്ചാൽ കരയും. പ്രൈസ് ഗോഡ്. ഇഷ്ടപ്പെടാത്ത ഒന്ന് കണ്ടാൽ കരയും. ഇഷ്ടപ്പെടാത്ത ഒന്ന് അനുഭവിച്ചാൽ കരയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ജനിക്കുമ്പോൾ തന്നെ കരയുന്നതെന്നറിയാമോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി കരയലാണ്. എന്താ കാരണം എന്നറിയാമോ? 240 ദിവസം, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ 40 ആഴ്ച, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ പുള്ളി സുഖമായിട്ട് കിടന്നേച്ചതാണ്. പുള്ളിക്ക് ഇനി അവിടെ നിന്ന് പോരണമെന്ന് ഒരാഗ്രഹവുമില്ലായിരുന്നു. സമയാസമയങ്ങളിൽ തീറ്റ, പിന്നെ പ്രൊട്ടക്ഷൻ, ചൂട് എല്ലാം ഉണ്ട്. നല്ല സുഖമായിട്ടിരുന്ന സമയത്താണ് പുള്ളിക്ക് ഒരൊറ്റ ട്രാൻസ്ഫർ. എങ്ങോട്ടാ? ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക്. പ്രൈസ് ഗോഡ്. ഇഷ്ടപ്പെട്ടില്ല. ട്രാൻസ്ഫർ ആർക്കും ഇഷ്ടമില്ല. ദൈവത്തിന് സ്തോത്രം. ഇഷ്ടപ്പെട്ടില്ല. കരച്ചിലോടെ കരച്ചിൽ. ആമേൻ. പിന്നെ തള്ള കൊട്ടിയും തട്ടിയും കുളിപ്പിച്ചും ഒരു പരുവത്തിൽ പുള്ളി എന്ത് ചെയ്തു? മോനെ പേടിക്കണ്ട, നിനക്ക് അവിടത്തേക്കാൾ സുഖം ഇവിടെയാണെന്ന് മനസ്സിലായ പുള്ളി എന്ത് ചെയ്തു? കരച്ചിൽ നിർത്തി ചിരിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ പറയുന്നത്, ആ കരച്ചിലും ആ ചിരിയും ഇമോഷണലായിട്ടുള്ള തലത്തിൽ നടക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഒന്ന് കരച്ചിൽ, ഇമോഷണൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നാ? യാചിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാചിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യാചിപ്പീൻ, ചോദിപ്പീൻ, മുട്ടുവീൻ. ബാക്കി നിങ്ങൾ ആരും പറയുന്നില്ലേ? യാചിപ്പീൻ, ചോദിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ, തുറക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഗോഡ്ലി റൂൾസ്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, മുട്ടുന്ന ഏവനും തുറക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്ന വ്യവസ്ഥ അനുസരിച്ച് യാചിച്ചാൽ കിട്ടിയിരിക്കും. കിട്ടാത്ത നമ്മുടെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. കർത്താവ് പറഞ്ഞ റൂൾ അനുസരിച്ച് ചോദിച്ചാൽ കിട്ടണം, അന്വേഷിച്ചാൽ കണ്ടുപിടിക്കണം, മുട്ടിയാൽ തുറക്കണം. പ്രൈസ് ഗോഡ്. അപ്പം യാചന എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. പ്രൈസ് ഗോഡ്. മൂന്നാമത് സങ്കടം പകരുന്നു. പ്രൈസ്. അത് ഇമോഷണലുമല്ല, പ്രാക്ടിക്കലുമല്ല. പ്രൈസ് ഗോഡ്. സെൻറ്റിമെൻ്റല്ല. ഈ സെൻറ്റിമെൻറ്റ്സിനൊരു കുഴപ്പമുണ്ട്. അതിന് വ്യാഖ്യാനം കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ പറയാനോ അതല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കായിട്ട് അതിനൊരു ഒരു കാരണം പറയാനോ ഒന്നും എളുപ്പമല്ല സെൻറ്റിമെൻറ്റ്സ്. പ്രൈസ് ഗോഡ്. നാലാമത് പറയുന്നു ബോധിപ്പിക്കുന്നു. അതെന്താന്ന് പറയാമോ? ആദ്യത്തെ ഇമോഷണൽ, രണ്ടാമത്തത് പ്രാക്ടിക്കൽ, മൂന്നാമത്തത് സെൻറ്റിമെൻ്റൽ. ബോധിപ്പിക്കുന്നു. അതോ ലീഗൽ. അത് ലീഗലാണ്. അപേക്ഷ ബോധിപ്പിക്കുക. ഇറ്റ്സ് എ ലീഗൽ അപ്രോച്ച്. അപ്പം സങ്കീർത്തനക്കാരൻ 4 അപ്രോച്ച് തൻ്റെ ജീവിതത്തിൽ എടുത്തു. എപ്പോഴെടുത്തെന്നറിയാമോ? കഷ്ടം വന്നപ്പോൾ. ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങൾക്ക് കഷ്ടമുള്ളവരാരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ 4 അപ്രോച്ച്, 4 വിധത്തിലുള്ള സമീപനം ആത്മീയമായി കൈക്കൊള്ളാമെങ്കിൽ, അവസാനത്തെ വാക്യം, സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ.
നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. ആ റിസൾട്ട് നമുക്ക് കിട്ടണം. ദൈവം എനിക്ക് ഉപകാരം ചെയ്തു, ദൈവം എന്നെ വിടുവിച്ചു, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ ഉദ്ധരിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. ഈ അനുഭവം വരുമ്പോൾ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നു കൂടി അവർ പറയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഓ ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെട്ടല്ലോ, ഭയങ്കരം. ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി നിന്നെ തൊട്ട് നോക്കിക്കൊണ്ട് ജനം പറയണം, അയ്യോ ദൈവത്തിന്റെ പ്രവൃത്തി ഇവന്റെ മേൽ വെളിപ്പെട്ടല്ലോ, ഭയങ്കരം. ഞാൻ ചോദിക്കട്ടെ, എന്നെ നോക്കി ലോകം അത് പറയുമെന്ന്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ലോകം പറയുമെന്ന്, എൻ്റെ ബിസിനസ്സിനെ നോക്കി ലോകം പറയുമെന്ന്, എൻ്റെ കുടുംബത്തെ നോക്കി ലോകം പറയുമെന്ന്, എൻ്റെ ആത്മീയത്തെ നോക്കി ലോകം പറയുമെന്ന് പ്രത്യാശിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ആമേൻ, പ്രൈസ് ഗോഡ്. കഷ്ടത്തിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും പ്രതികൂലത്തിൽ കൂടെയും കടന്നു പോകേണ്ടി വന്നാലും പ്രൈസ് ഗോഡ് പേടിക്കേണ്ട ദൈവമക്കളെ, എന്നെയും നിന്നെയും നോക്കിക്കൊണ്ട് ഇതുപോലെ പറയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2013 ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്റെയും നിന്റെയും അടുക്ക ചുറ്റും കൂടിയിട്ട് ചിലര് തൊട്ട് നോക്കി പറയണം, ഈ ദൈവം വലിയവനാണ്, നിന്റെ ദൈവം വലിയവനാണ്. ആമേൻ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 ബാലന്മാരെ പിടിച്ച് തീയിലോട്ടം കിട്ടും. ചൂള സാധാരണ ചൂട് പിടിപ്പിക്കുന്നതിനേക്കാൾ 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചു. ഹിസ്റ്ററിയാ ഞാൻ പറയുന്നത്, അലക്സാണ്ടർ ചക്രവർത്തിക്ക് മുമ്പ് ബാബിലോണിയൻ സാമ്രാജ്യം, അതിനുശേഷം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് വീണ്ടും മുമ്പോട്ട് പോയി പല സാമ്രാജ്യങ്ങളായി മാറി. ഒടുവിൽ അത് ഗ്രീക്ക് സാമ്രാജ്യത്തിലെത്തി. അതാണ് അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം. മേദ്യ, പാർസ്യ, ബാബിലോൺ, ഗ്രീക്ക്, ഗ്രേഷ്യ, പ്രൈസ് ഗോഡ്. 4 സാമ്രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അറിയപ്പെട്ട ലോകം മുഴുവൻ അലക്സാണ്ടർ ചക്രത്തെ കീഴ്വടക്കി. അതിൽ പ്രൈസ് ഗോഡ് ബാബിലോണ്യ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസറിന് ശേഷം വന്ന മേദ്യ പാർസ്യ രാജാവിൻ്റെ കാലത്ത് നടന്ന കാര്യമാണ് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ചരിത്രത്തിൽ ദാനിയേലിൻ്റെ ചരിത്രം ഈ പറഞ്ഞത് നെബൂഖദ്നേസറിൻ്റെ, ബാബിലോണ്യ ചക്രവർത്തി നെബൂഖദ്നേസറിൻ്റെ കാലത്ത് നടന്നതാണ്. അന്നത്തെ ചരിത്ര രേഖയിൽ ഇത് എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായം 1-ാം വാക്യം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാ സമഭൂമിയിൽ നിർത്തി. ആ ബാബേൽ സംസ്ഥാനത്തിലെ ദുരാ എന്ന് പറയുന്ന സമഭൂമിയിൽ പൊന്നുകൊണ്ടുള്ള 60 മുഴം ഉയരമുള്ള ഒരു ബിംബത്തെ നിർത്തിയിട്ട് രാജാവ് കൽപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും, വായിക്കും, ഞാൻ പറഞ്ഞോളാം, ഇവിടെ വന്ന് എല്ലാവരും വന്നുകൂടണം, ഈ ബിംബത്തെ നമസ്കരിക്കണം. സ്വർണം കൊണ്ടുള്ള ബിംബമായാലും പ്രമാണമുള്ളവൻ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. രാജാവേ, ഇത് തട്ടാനുണ്ടാക്കിയതാ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ തട്ടാനും കൊല്ലനും ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. പകരം ഈ തട്ടാനെയും ഈ കൊല്ലനെയും ഉണ്ടാക്കിയ ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവനെ നമസ്കരിക്കത്തുള്ളൂ. ബിംബത്തെ നമസ്കരിക്കത്തില്ല, സൃഷ്ടിയെ നമസ്കരിക്കത്തില്ല. സൃഷ്ടാവിനെ ഞങ്ങൾ നമസ്കരിക്കും, സൃഷ്ടിതാവിനെ നമസ്കരിക്കും. ഇന്ന് പകൽക്കാലം സൃഷ്ടാവുമായി ബന്ധമുള്ളവർ ആരാധന അവന് കൊടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. നിന്നെ പോലെ യേശുവിനെ പോലെ മറ്റാരുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കാം. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും
നിനക്കു തുല്യനാര്? കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? യേശുവേ പോരാരുമില്ല, യേശുവേ പോരാരുമില്ല, യേശുവേ പോരാരുമില്ല, യേശുവേ പോരാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? പാതാളഗോപുരം തകർത്തു, പാതാളഗോപുരം തകർത്തു, മരണത്തിൻ പാശങ്ങൾ അഴിച്ചു. പാതാളഗോപുരം തകർത്തു, അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? പാപത്തിൻ കറകൾ പോക്കാൻ പാവനരക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവനരക്തം ചിന്തി. അങ്ങെപ്പോലെ ആരുമില്ല യാഗമായി തീർന്നവനെ. എപ്പോലെ ആരുമില്ല യാഗമായി തീർന്നവനെ. അങ്ങനെപ്പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്? കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്? കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്? ഹല്ലേലൂയ. ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയവനെ ഇനി ഞാൻ പറയാൻ പോകുന്നത് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന് തുല്യനായിട്ട്, യേശുവിന് തുല്യനായിട്ട് ആരുമില്ല. യാഗമായി തീർന്നവൻ, പാപത്തിൻ്റെ പരിഹാരം വരുത്തിയവൻ, പ്രൈസ് ഗോഡ്, നമ്മെ സ്നേഹിച്ചവൻ. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാനപരമായി നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ചെയ്ത 4 സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാവും. ഇനി ഒന്നാമത്തെ സ്റ്റെപ്പ്, ഉറക്കെ നിലവിളിക്കുന്നു. ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്. ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിലവിളിക്കും. നിലവിളി 2-3 തരമുണ്ട്. ഒന്ന്, നമ്മൾ ചുമ്മാ ചുണ്ട് കടിച്ച് ഒതുക്കുന്ന നിലവിളിയുണ്ട്. മുഖം വാടിയിരിക്കുന്നതല്ലാതെ, മുഖം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദുഃഖമുഖമായിരിക്കുന്നതല്ലാതെ വേറെ ഒന്നും വെളിയിൽ കാണത്തില്ല. അങ്ങനത്തെ കരച്ചിലുണ്ട്. ഇനി വേറെ ചിലരുടെ കരച്ചിലുണ്ട്,
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിങ്ങനെ വരും, ഒന്നും കാണത്തില്ല, കണ്ണുനീര് വീഴുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇനി മറ്റു ചില കരച്ചിലുണ്ട്, അവർ അങ്ങ് കരയും, പക്ഷെ ശബ്ദം വെളി വരത്തില്ല, വാ തുറന്നും കരയും. ഇനി മൂന്നാമത്തെ ഒരു കരച്ചിലുണ്ട്, വാ വിട്ട് ഉറക്ക കരയും. ഹല്ലേലൂയ. ഇങ്ങനെ പല സൈസ് കരച്ചിലുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ കരഞ്ഞ് ഒരു വിഷയത്തിന് മുമ്പിൽ കരയുമ്പോൾ ആരോടാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ പറയാനില്ല. ഞാനങ്ങ് കരയുക. ചോദിച്ചാൽ പറയും, എനിക്ക് ആരോടും വഴക്കുമില്ല, ആരോടും പ്രശ്നവുമില്ല, പക്ഷെ ഞാൻ എന്നെ വെറുതെ വിടും, ഞാൻ അല്പസമയം ഇരുന്നൊന്ന് കരയട്ടെ. പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ? പ്രൈസ് ഗോഡ്. പിന്നെ നിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് പോലും എന്തിനാ കരഞ്ഞതെന്ന് ചിലപ്പം മനസ്സിലാകത്തില്ല. കൂട്ടാളിക്ക് പോലും മനസ്സിലാകത്തില്ല, ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല, ഭർത്താവിന് മനസ്സിലാകത്തില്ല, കൂടെയുള്ള മക്കൾക്ക് മനസ്സിലാകത്തില്ല നീ എന്തിനാണ് കരഞ്ഞത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ നമുക്കൊരു ആഗ്രഹം അന്നേരം ഉണ്ട്. ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ, മോൾ എന്തിനാ കരഞ്ഞത്, മോൻ എന്തിനാ കരഞ്ഞത്, അല്ലേ? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, വീട്ടിലെ പിള്ളേർ കരയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ പിള്ളേർ കരയുന്നത് എന്തിനാണെന്നറിയാമോ? ആദ്യം മനസ്സിലാക്കണം, അവരുടെ ആഗ്രഹം നടത്താനല്ല, ആവശ്യം നടത്താനല്ല, അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ ആളുണ്ടോ എന്നറിയണം. എന്തിനാ കരഞ്ഞതെന്ന് ചോദിക്കാൻ ആളുണ്ടോ എന്നറിയണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ എന്തിനാണ് അവർ കരയുന്നതെന്ന് അവരോടൊന്ന് ചോദിക്കാൻ മനസ്സുണ്ടായാൽ അവർ പിന്നെ നിങ്ങളെ വിട്ടു പോകത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പനോടും അമ്മയോട് സ്നേഹമില്ലാത്ത മക്കൾ ഒത്തിരി ഉണ്ടെന്ന് പരാതി പറയുന്ന കാരണവന്മാരുടെ കാലമാണിത്. പക്ഷെ മക്കളുടെ മുഖം വാടിയാൽ, എന്താ മോനെ മുഖം വാടിയത്, എന്താ മോളെ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? എൽക്കാന ചോദിച്ചു ഹന്നയോട്, നിൻ്റെ മുഖം വാടുന്നത് എന്ത്? ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഭാര്യയുടെ മുഖം വാടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാറുണ്ടോ? മനസ്സിലായാൽ ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒത്തിരി ഭർത്താക്കന്മാരെ എനിക്കറിയാം, കണ്ടില്ലെന്ന് അന്നേരം പുള്ളി പിന്നെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ചെയ്യല്ലേ. നിൻ്റെ കൂട്ടാളിയുടെ മുഖം വാടിയെന്ന് കണ്ടാൽ അവരാഗ്രഹിക്കുന്നത് ആദ്യം നിങ്ങളത് കാണണമെന്നാണ്. വേറെ ലോകം ആരും കണ്ടില്ലെങ്കിലും എൻ്റെ കൂട്ടാളി മുഖം വാടുന്നത് കണ്ടാൽ ഇടപെടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പരിഹാരം ചിലപ്പോൾ കാണത്തില്ല, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിലായിരിക്കും. എന്നാലും ഒന്ന് ചോദിച്ചാലുണ്ടല്ലോ, പകുതി ആശ്വാസമാകും. ഞാനിത് തിരിച്ചും പറയാം എന്ന് വിചാരിച്ച് ഇസബേലിനെ പോലെ ആകല്ലേ. എനിക്ക് ഇസബേൽ ചെയ്ത പരിപാടി അറിയാമോ? ആഹാബ് രാജാവ്, പുള്ളിക്കൊരാഗ്രഹം, തൻ്റെ അരമനയുടെ അടുത്തുള്ള, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നാബാലിൻ്റെ മുന്തിരിത്തോട്ടം മേടിച്ച് അവിടെ ചീര നടണം, മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കണം. പ്രൈസ് ഗോഡ്. ചോദിച്ചു, നാബാൽ കൊടുത്തില്ല. രാജാവിന് ദുഃഖമായി. രാജാവ് ഭിത്തിയോട് ചേർന്ന് ഒന്നും കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, താൻ എന്നോട് കേൾക്കെ മൂങ്ങുന്നു, താൻ ഇവിടുത്തെ രാജാവല്ലേ, വല്ലവനും തരത്തിലെന്ന് പറഞ്ഞാൽ തനിക്ക് മേടിക്കാൻ അറിയത്തില്ല, ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഭാര്യ ആകരുത്. പക്ഷേ ഭർത്താവ് കരഞ്ഞാലെന്ന് ചോദിക്കണം, എന്താ കാര്യം? ക്ഷീണിച്ച് വന്നാൽ എന്താ കാര്യം? മുഖം പാടിയാൽ എന്താ കാര്യം? നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ എന്തുവാ, ഈ ദുഷ്ടന്മാരൊന്നും അല്ല ഈ ഭർത്താക്കന്മാർ, അവർ മനുഷ്യരാണ്. ഭാര്യ ഒന്ന് ചോദിക്കാൻ അവർക്കും ആഗ്രഹമുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം ഭർത്താവിൻ്റെ മുഖം വാടിയാൽ കണ്ടില്ലെന്ന് മടിച്ച് അടുക്കളയിലോട്ട് പോകുന്ന ഭാര്യമാരോട് ഞാൻ പറയട്ടെ, അവിടെ ഇരുന്ന് ഒന്ന് കാര്യം ചോദിച്ചു നോക്കിയേ, 50% പ്രോബ്ലം അവിടെ തീരും. പ്രൈസ് ഗോഡ്. അപ്പം നിലവിളി ഒന്ന് ആരോടാണെന്ന് അറിയത്തില്ല, പക്ഷെ നിലവിളിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കണ്ണുനീരൊപ്പാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ, ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഫെയ്ത്ത് സിറ്റി സഭയിൽ ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും ഇനി വേറൊരാളുടെ വീട്ടിലൊരാളുടെ മുഖം വാടിയാൽ കണ്ടില്ലെന്ന് നടിക്കരുത്. അങ്ങനെ ആരെങ്കിലും നടിച്ചാൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞ ഉപകാരമായിരിക്കും.
നിങ്ങളുടെ ഭർത്താവ് കണ്ടില്ലെന്ന് അടിച്ചാൽ എന്നോട് പറ, ഭാര്യ കണ്ടില്ലെന്ന് അടിച്ചാൽ എന്നോട് പറ, ഞാനൊന്ന് ഇടപെട്ട് നോക്കട്ടെ. കാരണം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. 2013 കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ. ഒരു ഉടക്ക് പരിപാടിയും കൊണ്ട് വീട്ടുജീവിതം കൊണ്ടുപോയാൽ പറ്റുകയില്ല. ഇന്നലെ കല്യാണ വിടണം നടത്തി, ഇവിടെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, 3 പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇരുവരും മേലാൽ 2 അല്ല, ഇരുവരും ഒരു ദേഹമായി തീരും. പ്രൈസ് ഗോഡ്. പ്രേതമല്ല, ദേഹം. അങ്ങനത്തെ അനുഭവം ദൈവവചനത്തിലുള്ളൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ അപ്പനും അമ്മയും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ മക്കൾ സന്തോഷമുള്ളവരായിരിക്കും, അവരനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. പിള്ളേർ പഠിക്കുന്നില്ല എന്ന് ബഹളം ഉണ്ടാക്കണ്ട. ആദ്യം അപ്പനെ പഠിപ്പിക്കാൻ മക്കൾ, ഭാര്യ പോകല്ലേ. അപ്പനെ പഠിപ്പിക്കുന്ന ഭാര്യയുടെ പിള്ളേരെന്ത് ചെയ്യത്തില്ല, പഠിക്കത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ എന്ത് ചെയ്യണം, പിള്ളേരെ പഠിപ്പിക്കണം. ഒന്ന് പഠിപ്പിച്ച് നോക്കി, ഭാര്യയും ഭർത്താവും കൂടെ പഠിപ്പിച്ച് നോക്കി, പിള്ളേർ പഠിക്കും. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ ഈ 2013 ഫെയ്ത്ത് സിറ്റിയിലെ എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ സ്തോത്രം പറഞ്ഞേ. കൈവക്കിയവർക്കൊക്കെ അതുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒത്തിരി പേരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെടുകയാണ്. ഫെയ്ത്ത് സിറ്റിയിലല്ല, പുറത്താന്ന് ഞാൻ പറയുക കേട്ടോ. വലിയ അഡ്ജസ്റ്റ്മെൻറ്റാ കല്യാണം. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല കല്യാണം, കോൺട്രാക്റ്റുമല്ല. കല്യാണം എന്ന് പറയുന്നത് ജീവിതമാണ്. ഒറ്റ ജീവിതമേ ഉള്ളൂ. കണ്ടുണ്ടോ? അടുത്ത പ്രാവശ്യം ശരിയാക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒറ്റ ജീവിതമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് കവിത എഴുതുന്നവർ കൊടുത്തിരിക്കുന്നൊരു പേരുണ്ട്. നമ്മുടെ ശൈലേന്ദ്രനോട് ചോദിച്ചാൽ പറയും, ജീവിത ലൈഫ് പാർട്ട്ണർ. ഒറ്റ ലൈഫേ ഉള്ളൂ, അതിൻ്റെ പാർട്ട്ണറാണ് എടുത്തിരിക്കുന്നത്, മനസ്സിലാക്കിക്കോണം. ഒറ്റ ലൈഫേ ഉള്ളൂ, അതിൻ്റെ പാർട്ട്ണറാണ് നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്. പ്രൈസ് ഗോഡ്. ഒറ്റ ലൈഫേ ഉള്ളൂ. ലൈഫ് പാർട്ട്ണറുടെ മലയാളം എന്നാ? ജീവിത. അതിൻ്റെ ഹിന്ദി എന്നാ? ജീവൻ കാ സാഥി അല്ലേ? ജീവൻ സാഥി. ശരിക്കും അറിയത്തില്ല. റാം സാറേ ശരിയാന്ന്? ജീവൻ സാഥി. ഇവിടെ വേറെ ഹിന്ദി വന്നു. പ്രൈസ് ഗോഡ്. ജീവൻ സാഥി. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ വരുന്ന, ദൈവം കഴിഞ്ഞാൽ കൂടെ വരുന്ന ഒരാളുണ്ടെങ്കിൽ ലോകത്ത് ആരാന്നറിയാം? എവിടെ പോയാലും കൂടെ വരുന്ന ആരാന്നറിയാമോ? ദൈവം കഴിഞ്ഞാൽ ജീവിത പങ്കാളി. 2013 ഇത് കടലാസിലല്ല, ജീവിതത്തിൽ കാണണം. അതിനെന്ത് ചെയ്താലും വേണ്ടുകയില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ജനുവരി മാസത്തിൽ പറ്റിയാൽ ഒരു ദിവസം ഒരു ഫാമിലി ക്യാമ്പ് വയ്ക്കണമെന്ന് വിചാരിക്കുന്നു. ഫാമിലി സെമിനാർ. ഭാര്യ ഭർത്താക്കന്മാർ രജിസ്റ്റർ ചെയ്ത് വന്ന് അടുത്തടുത്തിരുന്ന് ആ സെമിനാർ അറ്റൻഡ് ചെയ്തിട്ട് ജീവിതം ശരിയാക്കണം. എന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിൽ അത് ശരിയാക്കണം. ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ സജിയുടെ ചർച്ചിൽ ഈ സെമിനാർ നടത്തിയപ്പം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഒരു പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നെ വിളിച്ച് പറഞ്ഞു. ആ പാസ്റ്ററുടെ ആ ക്യാമ്പിൽ ആ സെമിനാർ കഴിഞ്ഞപ്പോഴത്തെ ഏറ്റവും വലിയ തീരുമാനം എന്നറിയാമോ? ഒരു 2-3 ജോഡി അണ്ടർവെയർ മേടിക്കാൻ തീരുമാനിച്ചു. അണ്ടർ ഗാർമെൻറ്റ്സ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, പുറത്ത് കാണുന്നതല്ല, അകത്തുകൂടെ എന്ത് വേണം? വൃത്തി വേണം. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പം പുള്ളി തീരുമാനിച്ചു, ആപ്പടെ ഒരെണ്ണം ഉണ്ടായുള്ളൂ, അത് 24 മണിക്കൂർ ഇട്ടുകൊണ്ട് നടക്കുക. ഭാര്യയ്ക്കും ഒരു സെറ്റേ ഉള്ളൂ, അതും ഇട്ടുകൊണ്ട് നടക്കുക 24 മണിക്കൂർ. അവരല്ലേ ഞാനല്ലേ പറഞ്ഞതെന്ന് എടുത്ത് തീരുമാനം അതാണ്. ഒരു 2-3 ജോഡി മേടിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. എന്ത് വന്നാലും വരട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ. പുറമേ കാണുമ്പം എന്ത് ഐഡിയൽ കപ്പിൾ ആരാ? നേരിട്ട് കാണുമ്പം കല്യാണത്തിനൊക്കെ ചെന്ന് ഇറങ്ങുന്ന കണ്ടാൽ, പ്രൈസ് ഗോഡ്, വീട് താമസത്തിലൊക്കെ കയറി ചെല്ലുന്ന കണ്ടാൽ, കാർ അങ്ങോട്ട് തുറന്ന് ഭർത്താവ് ഇപ്പുറത്തോടുന്ന് ഭാര്യ പറഞ്ഞ് രണ്ടും കൂടെ പിന്നെ 2 നദികൾ ഒന്നാകുന്ന പോലെ വീണ്ടും അകത്തോട്ട് കയറുന്നു. ഇതൊരു സന്തോഷമാണ് കാണാനല്ലേ? പ്രൈസ് ഗോഡ്. പക്ഷേ ഈ നദി വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ പറ്റത്തില്ലെന്ന്.
കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാതെ കാശ് ഉണ്ടായിട്ട് എന്നാ കാര്യം? കുറേ എസ്റ്റേറ്റ് ഉണ്ടായിട്ട് എന്നാ കാര്യം? കുറേ വാഹനങ്ങളും കുറേ വലിയ വീടുകളും വലിയ പട്ടണത്തിലെ ബിസിനസ്സുകളും എല്ലാം ഉണ്ടായിട്ട് എന്നാ കാര്യം? അനുഭവിക്കാൻ ആരാ? ഞാൻ പറയട്ടെ, ഇവിടുത്തെ സഹോദരിമാർ ചിലരുടെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയട്ടെ. കഞ്ഞിയും ചമ്മന്തിയുമായാലും കുടുംബജീവിതം സമാധാനമാണെങ്കിലോ ഇതൊരു സന്തോഷമല്ലേ? 2013 ഫേസ് സിറ്റിയിലെ സമാധാനമില്ലാത്ത ഒരൊറ്റ കുടുംബം കാണത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ഓഫ് നാസറത്ത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബ ജീവിതങ്ങളെ തകരാറാക്കിക്കൊണ്ടിരിക്കുന്ന, കുടുംബ ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന, കുഞ്ഞുങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, സഹ കൂട്ടാളികളെ തകർത്തുകൊണ്ടിരിക്കുന്ന, സ്നേഹബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ശക്തിയോടെ ആരാധിക്കുക. വിട്ടുപോകട്ടെ, ശക്തിയോടെ ആരാധിക്ക്. നിന്റെ വിടുതലാണ് വേണ്ടത്. സഭയുടെ വിടുതലാണ്, കുടുംബങ്ങളുടെ വിടുതലാണ്, തലമുറകളുടെ വിടുതലാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കുടുംബങ്ങളെ തകർക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബജീവിതങ്ങളെ തകർക്കുന്ന നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. In the name of Lord Jesus, the name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ പ്രാമൻ വ്യാപരിച്ചുകൊണ്ട് നന്മകളെ ഇല്ലാതാക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളും വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തികൾ വിട്ടുപോ. ശക്തിയോടെ, ശക്തിയോടെ ആരാധിക്കാട്ട്. ഇന്ന് വിടുതൽ നടക്കണം, വിടുതലുകൾ നടക്കണം, വിടുതലുകൾ നടക്കണം യേശുവിന്റെ നാമത്തിൽ. അംദല ഹൗഡക ജനഗര ധനബല ദ്രബൽ ഖൗദക ജാനക ജാദല ജരബൽ ഖൗദക ഖൗഡ ശാബ ജീവ ലൈന ധനമ നാഗ നൈന ജഗന അൽതല ജാന അംദല തുർമര ഭൗദക ജാനക കരമര ജനദൽ ഖൗദക ജാനക രഗദക ജാനക ദംദ റൗള രഗദ ജഗന ധനമ റൗള താത രാധ ഓ ശംബര ഭൗദക ഭാരക കർമര ജാനക ദൈന കരമര സൗദർ ഖൗഡ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ ജയമെടുക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവ കരയുന്നത് ആരോടാണെന്ന് അറിയത്തില്ല എങ്കിലും കരച്ചിലിനെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇനി നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ ആര് ചോദിച്ചാലും പറയുമോ? നിങ്ങൾ കരയാന്ന് വിചാരിച്ചു, ആരെങ്കിലും ചോദിക്കും എന്തിനാ കരയുന്നത്, ആര് ചോദിച്ചാലും നിങ്ങൾ പറയുമോ? പറയത്തില്ല. ആരോട് പറയും? റിലയബിൾ ആയിട്ടുള്ള ഒരാളോട് പറയും. എന്താ റിലയബിലിറ്റി? എൻ്റെ കരച്ചിലിൻ്റെ വിഷയം ഞാൻ ഈ സഹോദരനുമായി ഷെയർ ചെയ്താൽ, ഈ സഹോദരിയുമായി ഷെയർ ചെയ്താൽ പിറ്റേ ദിവസം അത് സഭയെ പാട്ടാക്കത്തില്ല, ഈരിചവി അറിയത്തില്ല. ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് കേട്ടോ. നിനക്ക് കിട്ടുന്ന വിഷയങ്ങൾ നിന്നിൽ ഒതുക്കുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. എത്ര വലിയ പുള്ളിയായാലും ചെറിയ പുള്ളിയായാലും ശരിയായ വിശ്വാസിയുടെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ, ക്വാളിറ്റിയുള്ള ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള കഴിവ് വേണം. അന്യഭാഷ പറഞ്ഞുകൊണ്ടൊന്നും വിശ്വാസമാകത്തില്ല, സ്നാനപ്പെട്ടതുകൊണ്ടും ആകത്തില്ല. ആദ്യം വേണ്ടത് മറ്റൊരുത്തൻ്റെ രഹസ്യങ്ങൾ നാട്ടിൽ ആകാതിരിക്കാനുള്ള ഒരു മനസ്ഥിതി വേണം. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാലുണ്ടല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് അതാകട്ടോ. അങ്ങനത്തെ ഒരു ഫ്രണ്ട് നിനക്കുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ ഇൻ ദിസ് വേൾഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം നമുക്ക് എല്ലാവരും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ചിലരോട് നമുക്ക് പറയാം. നിങ്ങൾക്കറിയാമോ, ഈ ടെൻഷൻ, ഒരു പ്രശ്നം വന്നാലുള്ള ടെൻഷൻ, അത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ എത്ര % തരും? ഡോക്ടേഴ്സിന് ആരെന്ന് പറയാമോ? എത്ര? മോർ ദാൻ 50% ആണെന്ന് തോന്നുന്നു. എന്തോ 40? ഓക്കെ.
നല്ലൊരു പെർസെൻറ്റേജും ടെൻഷൻ അവിടെ തീരും. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പറയാൻ പറ്റിയ ആൾ ചുരുക്കം. പ്രൈസ് ഗോഡ്. ഇനി മൂന്നാമത്തെ കരച്ചിലിനെ അനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരോടും പറയത്തില്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരോട് പറയും. പക്ഷേ ചിലർ വിശ്വസിക്കാൻ കൊള്ളുകയിലും കൊള്ളാമെങ്കിലും പറയും. അതാരോടാണെന്നറിയാമോ? അധികാരമുള്ളവരോട് പറയും. ഇപ്പോൾ കള്ളനെ കണ്ടാൽ പോലീസുകാരെ വിളിക്കും. പോലീസ് കള്ളനാണെന്ന് നമുക്കറിയത്തില്ല, മനസ്സിലായോ? പക്ഷെ പോലീസിനെ അങ്ങ് വിളിക്കും. കാരണം പോലീസിന് അധികാരമുണ്ട് ഈ വിഷയത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ സങ്കടം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ നിലവിളിക്ക് പല ഫേസുകളുണ്ട്. ഷെയറിംഗ് ഉണ്ട്, പ്രൈസ് ഗോഡ്, കംപ്ലൈൻറ്റിംഗ് ഉണ്ട്. അത് ഉള്ളിൽ ഒതുക്കുന്ന അനുഭവമുണ്ട്. ഇതിൽ ഏതാ നല്ലതെന്നറിയാമോ? ഒന്ന് ഷെയർ ചെയ്യാൻ. ഉറക്കെ കരയുന്നൊരു വ്യക്തി രണ്ടാമത് എന്തു ചെയ്യും? യാചിക്കും. പ്രൈസ് ലോർഡ്. യാചിക്കുന്നത് ഇത് കേൾക്കാൻ ആളുണ്ടെന്ന് വിചാരിച്ചല്ല, കരയുന്നത് കാണാൻ ആളുണ്ടെന്ന് വിചാരിച്ചല്ല. അതുപോലെ തന്നെയാണ് യാചിക്കുന്നതും. ഇത് കേൾക്കാൻ ആളുണ്ടെന്ന് വിചാരിച്ചല്ല, പക്ഷെ അങ്ങ് യാചിച്ചു പോവും. കള്ളൻ വീട്ടിൽ കയറിയ വീട്ടുകാരെല്ലാം കൂടെ ഓടിവായോ കള്ളം കയറി എന്ന് പറയത്തില്ലേ? അതിന് വരുമെന്ന് വിചാരിച്ചാണോ? വന്നാൽ വരട്ടെന്നേ ഉള്ളൂ, വരുമെന്ന് ഉറപ്പില്ല. ഇപ്പോഴൊക്കെ ഫ്ലാറ്റ് ജീവിതത്തിൽ അടുത്ത ഫ്ലാറ്റിൽ കയറിയ ഇവിടെയുള്ള ഒരു വാതിൽ ഒന്നുകൂടെ അടച്ചു നോക്കി ഇങ്ങോട്ട് കയറാതിരിക്കാൻ. ഞാൻ ഉണ്ടായ സംഭവം പറയാം. പ്രൈസ് ഗോഡ്. അടുപ്പിച്ചടുപ്പിച്ച് വീടുകളായിപ്പോൾ. എൻ്റെ അറിയാവുന്ന ഒരാൾ, രണ്ട് വീട്ടുകാരെ എനിക്കറിയാം. ഇദ്ദേഹം ഈ വീട്ടിൽ താമസിക്കുന്നു, അടുത്ത വീട്ടിൽ തീ പിടിച്ചു. ന്യായമായിട്ട് എന്ത് ചെയ്യണം? അയ്യോ തീ എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടണ്ടേ? പുള്ളി ആദ്യം ചെയ്ത പരിപാടി പുള്ളിയുടെ സിറ്റ് ഔട്ടിലുള്ള ചുരക്കസേരയൊക്കെ അങ്ങോട്ടോട്ട് മാറ്റി. കാരണം അവിടുത്തെ തീ പിടിച്ചാൽ ആദ്യം പുള്ളിയുടെ കസേര കത്തിപ്പോവും. എന്നിട്ടാണ് പുള്ളി വെള്ളം ഉണ്ടാക്കിയത്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഒച്ച ഉണ്ടാക്കുമ്പോൾ ആരും വരണമെന്നില്ല, വരുമെന്ന് ഉറപ്പില്ല. പക്ഷേ നമ്മൾ ഉറക്കെ യാചിക്കും. തീ പിടിക്കുമ്പോൾ, കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ. അതാണ് രണ്ടാമത്തെ ഘട്ടം. ഒന്നാം വാക്യം അതോടെ തീരും. വായിച്ചേ. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ മനുഷ്യരെ നോക്കി കരയുന്നതിനേക്കാൾ, മനുഷ്യരെ നോക്കി നിലവിളിക്കുന്നതിനേക്കാൾ എനിക്ക് നിങ്ങൾക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ മുമ്പിൽ കരയാനും ദൈവത്തെ നോക്കി വിളിക്കാനും സാധിക്കും. ഉറക്ക വിളി, അടങ്ങിയിരിക്കരുത്. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ അനുഗ്രഹിക്കും, അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. തെളിവൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, പ്രൈസ് ഗോഡ്, 18-ാം അധ്യായത്തിൽ 39-ാം വാക്യം. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. പ്രൈസ് ഗോഡ്. ബർത്തിമായി എന്ന് പറഞ്ഞൊരു കുരുടൻ യെരിഹോവിന് വഴികെ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു നടന്നു പോകുന്നത് കേട്ടപ്പോൾ അവനെ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു യേശു പോകുക എന്ന് പറഞ്ഞു. അവന് മനസ്സിലായി യേശു എൻ്റെ കൂടെ പോകുന്ന ആദ്യത്തെ സന്ദർഭമാണ്. ഇതൊരു പക്ഷേ അവസാനത്തേതുമായിരിക്കാം. അത് അവസാനത്തേതായിരുന്നു കേട്ടോ. പിന്നെ യേശു ആ പോക്ക് പോയിട്ട് പിന്നെ കാൽവരിയിലേക്കാണ് പോയത്. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ഒന്നുകൂടെ വായിച്ചാൽ, തുടക്കം തൊട്ട് വായിച്ച്. യേശു എരിഹോവിൽ നിന്ന് അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്തെന്നവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവന്റെ ജീവിതത്തിൽ കിട്ടിയ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ്. അവൻ കരഞ്ഞു, നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇത്. ഇനി അടുത്ത ഞായറാഴ്ച ഇത് വച്ചുകൊണ്ടിരിക്കല്ലേ. ഇന്ന് യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ എന്ന് വിളിച്ച് പരിഹാരം മേടിച്ചുകൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് ബർത്തിമായെ പോലെ ചിന്തിക്കുന്നവരെ കരം ഉയർത്തിയൊരു സ്തോത്രം പറയാമോ?
ഏത് വിഷയമായാലും ഇന്ന് പകല് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് അവകാശമുണ്ട്, നിനക്ക് അതിനുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് അധികാരമുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുന്ന അധികാരം കൊടുത്ത യേശുവിന്റെ പിതാവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഇന്ന് പകല് നിന്റെ വിഷയത്തിന് മതിയായതാണ്. ഏത് വിഷയമായാലും ഇന്ന് പരിഹാരം കണ്ടേ പോകാവൂ, പരിഹാരം കണ്ടേ പോകാവൂ, പരിഹാരം കണ്ടേ പോകാവൂ, സൊല്യൂഷൻ കണ്ടേ പോകാവൂ. നീ ഇന്നിവിടെ കൊണ്ടുവന്ന വിഷയത്തിന് പരിഹാരം കണ്ടേ പോകാവൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള കര ഉയർത്തിയാട്ട്. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം എടുത്തേ പോകാവൂ കേട്ടോ. ഇനി ഒരു ഞായറാഴ്ചക്ക് കാത്തിരിക്കല്ലേ. ഈ ഞായറാഴ്ച ഇന്ന് തന്നെ നിന്റെ വിഷയത്തിന് ദൈവത്തിൽ നിന്നൊരു പരിഹാരം കൊണ്ടേ പോകാവൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നൊരു പരിഹാരം കർത്താവ് കൊടുക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ രണ്ട് സ്റ്റേജ് കഴിഞ്ഞാൽ മൂന്നാമതൊരു സ്റ്റേജ് ഉണ്ട്. വായിക്കാം രണ്ടാം വാക്യം. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം. അപ്പൊ സന്നിധിയിലോട്ട് ചെല്ലണം. വ്യക്തമായി ചോദിച്ചു, ആരാണ്? യേശുവാണ്. ഉറക്കെ വിളിച്ചു, മുന്നടക്കുന്നവർ. അടുത്ത വാക്യം ലൂക്കോസ് 18 മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഒച്ചയിടാക്കല്ലേ, മിണ്ടാതിരിക്കുക. അവനോ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. മക്കളെ, നിങ്ങൾ കൈയടിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ എന്തൊരു ശല്യമാണ്, മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, മിണ്ടാതിരിക്കല്ലേ, വിടുതൽ വേണ്ടത് നിങ്ങൾക്കാണ്. ഒരു സ്തോത്രം പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. മിണ്ടാതിരിക്കല്ലേ, വിടുതൽ വേണ്ടത് നിങ്ങൾക്കാണ്. ഒരു ഹല്ലേലൂയ പറയുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് അരോചകത്വം തോന്നും. പക്ഷെ പേടിക്കേണ്ട, നിങ്ങൾക്കാണ് വിടുതൽ വേണ്ടത്. വ്യർത്ഥമായിക്ക് അന്ന് സൗഖ്യം ലഭിച്ചു, വ്യർത്ഥമായിക്ക് അന്ന് കാഴ്ച കിട്ടി. ആ വ്യർത്ഥമായിക്ക് സഹായിച്ച യേശു ഇന്ന് നിങ്ങളെ സഹായിക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. അവനോ ഏറ്റവും അധികം നിലവിളിച്ചു. യേശു അവനെ നിന്നു, വിളിച്ചു, കാഴ്ച കൊടുത്തു. ഇനി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 18-ാം അധ്യായത്തിലാണ് ബർത്തിമയുടെ കാര്യം പറയുന്നത്. അതിൻ്റെ എത്രാമത്തെ വാക്യത്തിലാണ്? 35. എന്നാൽ ഇത് 7 ഇതിന്റെ തുടക്കം കർത്താവ് ഇട്ട് വച്ചിട്ടുണ്ട്. 7 ഇട്ടെന്ന് വായിച്ച്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? അടുത്ത വാക്യം. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് പറയാം. അവനോട് രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, രക്ഷിക്കും വേഗത്തിൽ. I tell you that he will avenge them speedily, and shall not God avenge his own elect which cry day and night unto him through the though he bear long with them. Praise God. In the പകൽക്കാലം സ്പീഡിലി അതിവേഗത്തിൽ നിന്റെ വിഷയത്തിന് പരിഹാരം തന്ന് രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. യേശുവിന് കഴിയും. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അത് പറഞ്ഞിട്ടാണ് ബർത്തിമയുടെ കാര്യം പറയുന്നത്. മിണ്ടാതിരിക്കാൻ പറഞ്ഞു, പറ്റുകയില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഗസ്റ്റായിട്ട് വന്ന ഒരാൾ എന്നോട് പറയാ, പ്രൈസ് ഗോഡ്, ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് അങ്ങ് ഇരുന്ന് കളഞ്ഞാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇവിടുന്ന് ട്രെയിൻ കയറി അല്ലെങ്കിൽ കാറ് പിടിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്നേച്ചും ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഒന്ന് കണ്ടേച്ചും പോവുകയാണെന്ന് പറയുമോ? അവിടെ അഡ്മിഷൻ മേടിക്കും, കയറി കിടക്കും, സ്കാൻ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യും, എക്സ്റേ എടുക്കും, പ്ലാഷൻ ഓപ്പറേഷൻ ചെയ്യും, എന്നിട്ട് സൗഖ്യമായിട്ട് ഇറങ്ങിപ്പോവും. കാണാൻ വേണ്ടി വന്ന ഒരു കാര്യം ഒരാളും പോകാറില്ല. പ്രൈസ് ലോർഡ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കാണാൻ വേണ്ടി ആരും പോകാറില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് സൗഖ്യമായിട്ട് തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു, ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ കാണാൻ വേണ്ടിയല്ല നിങ്ങൾ വന്നത്, ചിലത് പ്രാപിക്കാനാണ്. അതുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. കാണാൻ വന്നവരല്ലോ. ആരെങ്കിലും കാണാൻ വന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞ്. ഇല്ല, എല്ലാവരും ആരും കാണാൻ വന്നവരല്ല, പ്രാപിക്കാൻ വന്നവരാണ്. പ്രാപിക്കാൻ വന്നവരൊരു സ്തോത്രം പറഞ്ഞ്. നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോകണം. അവന്റെ പക്കൽ ധാരാളം വിമോചനങ്ങളുണ്ട്, അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുകളുണ്ട്. രോഗശാന്തി വേണ്ടവന് രോഗശാന്തി, സാമ്പത്തികത്തിൽ സാമ്പത്തികം, കുടുംബമെങ്കിൽ കുടുംബം, തലമുറയെങ്കിൽ തലമുറ, ഏത് വിഷയത്തിലും. ആമേൻ.
ദൈവം സഹായിക്കുന്നേ. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നും, പക്ഷേ പിന്നീട് ദൈവം സഹായിക്കുമ്പോൾ മനസ്സിലാകും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ലെന്ന്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നും, പക്ഷെ പിന്നെ ദൈവം സഹായിക്കുമ്പോൾ മനസ്സിലാകും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല, തോന്നലായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ഞാൻ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് കാറുകൾ കൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥിച്ച ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രൈസ് ഗോഡ്. അതാരുടെ കാറാണെന്നറിയാമോ? എൽദോയുടെയും കുമാരിയുടെയും. എൽദോ ഉണ്ടോ? കുമാരിയുണ്ടോ? ശരത്തുണ്ടോ? എന്ത് എഴുന്നേറ്റ് നിൽക്കുക, അതിനെ കൈവെക്കാനാണ് പറഞ്ഞത്. ഇവരുടെ കാറിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചു. ഒരു പുത്തൻ കാറ്. സന്തോഷം തോന്നി. കാരണം എന്താണെന്നറിയാം? കാറ് പുത്തനായതുകൊണ്ടല്ല, എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടാണ് ഇവരിവിടെ വന്നത്. ഒരു നേരത്തെ കഞ്ഞി കുടിക്കണമെങ്കിൽ സ്വർഗം കനിയണം. അങ്ങനത്തെ അനുഭവത്തിലാണ് ഇവരുടെ ആരാധനയ്ക്ക് വന്നത്. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ഇവർക്ക് വേണ്ടി ഒരു പുത്തൻ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്ന ദൈവമുണ്ട്. സമ്പത്തിന് മാത്രമല്ല, സമാധാനത്തിന് മാത്രമല്ല, ഹല്ലേലൂയ, ആരോഗ്യത്തിന് മാത്രമല്ല, കുടുംബജീവിതത്തിന് മാത്രമല്ല, നിന്റെ സകല വിഷയങ്ങൾക്കും ദൈവം യേശു മതിയായവനാണ്. ഇരുന്നാട്ടെ. ഇന്ന് പകൽ എനിക്കൊരാഗ്രഹമുണ്ട്. ഇവരെ അനുഗ്രഹിച്ച ദൈവം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. അതുപോലൊരു കാറ് മേടിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായ ഒരാളാണ് ഷാജി മേഴ്സി. ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഞാൻ കാറുകാരുടെ സഭയാണ്, ഫേസ് സിറ്റി എന്ന് പറയുന്ന അറിയാവുന്നതുകൊണ്ട് എന്നെ പറയുകയാണ്. ഇത് കാറുകാരുടെ സഭ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഇവർ കാറ് മേടിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു സൈക്കിൾ പോലും മേടിക്കാൻ വയ്യാത്ത അനുഭവത്തിലാണ് ഇവിടെ വന്നത്. ഞാൻ അവരുടെ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്ന ദൈവമുണ്ട്. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ബാബു റോസമ്മ, ഇവിടെ ഒരു കറുത്ത പുതിയ കാർ കിടക്കുന്നുണ്ടല്ലോ കുറേ നാളായിട്ട്, അവർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയ അവിടുന്ന് ഇരുന്നാട്ടെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയ അതിന് അന്തമില്ല. വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം, ദാനിയേലിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ മതിയായവനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ വിഷയം, ദൈവത്തിന്റെ സ്തോത്രം, 142 സങ്കീർത്തനം രണ്ടാം വാക്യം. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. ഇത് സെന്റിമെന്റ് അല്ല. ഹൃദയം വേദനിച്ച് ദുഃഖിച്ച് ഭാരപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ ഒരാളോട് ഇതൊന്ന് പറഞ്ഞ് കരയാൻ സാധിച്ചാൽ എന്തൊരു അനുഗ്രഹമാണെന്നറിയാമോ? സങ്കടം പകരുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അങ്ങനെ സങ്കടം പകരുന്ന ഒരാൾ നമുക്കുണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമാണ്. അറിയാമോ? ദൈവത്തിന് സ്തോത്രം. സങ്കടം പകരുന്ന അനുഭവം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ആൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ടൈപ്പ് ആകണം. സങ്കടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുക്ക വന്ന് ആശ്വാസം പ്രാപിക്കാൻ, അവരുടെ സങ്കടം ഒന്ന് പകരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടാകണം. അത് പണക്കാരോ പാവപ്പെട്ടോ എന്നുള്ള വിഷയമല്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാകണം. ഇവിടെ ഇരിക്കുന്ന ചിലരെ കുറിച്ചൊക്കെ വലിയ കംപ്ലൈൻറ്റുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അവരോടൊരു കാര്യം പറഞ്ഞാൽ, അയാളോടൊരു കാര്യം പറഞ്ഞാൽ നാട്ടിൽ പാട്ടാക്കും. ഈ 2013 നമ്മളത് പറയിപ്പിക്കരുത്. നമ്മൾ വിശ്വസ്തരാകണം. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ആളോട് അങ്ങ് പറഞ്ഞു കഴിയുന്ന പിന്നെ ഇവിടെ നിന്ന് അങ്ങ് പോകത്തില്ലെന്നാണ്. നോ. അയാൾക്ക് വേറൊരു അടുത്ത ആൾ കാണും, അയാളോട് പറയും. അപ്പോൾ അയാൾക്ക് വേറൊരു അടുത്ത ആളും അയാളോട് പറയും. 24 മണിക്കൂറിനകം സംഗതി മുഴുവനും പരന്നു കഴിയും. ചെയ്യല്ലേ. സങ്കടം പകരാൻ ചില അഭയകേന്ദ്രങ്ങളായി, സങ്കേത നഗരങ്ങളായി നമ്മൾ മാറണം. അതിന് വിശ്വസ്തരാകണം. പ്രൈസ് ഗോഡ്. അപ്പോൾ സങ്കടം പകരുന്നത് സെൻറ്റിമെൻ്റലാണ്. 4, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ഈ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലീഗലാണ്. സങ്കടം പകരുമ്പോൾ വാക്കുകൾ കാണത്തില്ല, പോയിൻ്റൊന്നും കാണത്തില്ല, കാര്യം എന്താ, കാരണ സഹിതം ആരും ചോദിക്കത്തില്ല.
നിൻ്റെ പേര് തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നും ആരും ചോദിക്കത്തില്ല. പോട്ടെ മോനെ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് മുതുകത്ത് തടകും, തലയെ തടകും, നിന്നെ ആശ്വസിപ്പിക്കും. മനസ്സിലായോ? നിൻ്റെ പേരിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ചോദിക്കത്തില്ല. പക്ഷെ ബോധിപ്പിക്കാൻ ചെന്നാൽ വിറ്റ്നസ് കൊടുക്കണം, ഡോക്യുമെൻ്റൽ എവിഡൻസ് കൊടുക്കണം, ആർഗ്യൂ ചെയ്യാനും കൂടെ തയ്യാറാകണം. എന്നിട്ട് നിൻ്റെ ന്യായം നീ വാദിച്ച് തെളിയിക്കണം. പറ്റുമോ? പറ്റണം. ദാവീദ് പറഞ്ഞു, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവമക്കളെ, മനുഷ്യരെ ആരും നിങ്ങൾ നോക്കണ്ട. മനുഷ്യരെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയാൽ ഭാഗ്യമാകട്ടോ. നിങ്ങളെല്ലാം തുറന്നു പറയാവുന്ന ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ സങ്കടം പകരാൻ ഒരാളുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ഇതില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ നിർഭാഗ്യവാന്മാരാണെന്നും നിർഭാഗ്യവതികളാണെന്നും വിചാരിക്കരുത്. നിനക്ക് സങ്കടം ബോധിപ്പിച്ച് കരയാൻ ഒരുവനുണ്ട്. യേശു നിന്നെ അറിയുന്നവൻ, നിന്റെ വിഷയം അറിയുന്നവൻ, നിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ, നിന്റെ പ്രശ്നങ്ങൾ അറിയുന്നവൻ, നിന്റെ പേരിൽ തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും അത് നന്നായി അറിയുന്നവൻ. മാത്രമല്ല, നിന്റെ പേരിൽ ശരിയുണ്ടെങ്കിൽ അവൻ ഇടപെട്ട് നിന്റെ ശരി ശരിയാണെന്ന് തെളിയിക്കും. നിന്റെ പേരിൽ തെറ്റുണ്ടെങ്കിലോ അവൻ അതങ്ങോട്ട് ക്ഷമിച്ച് നിന്നോട് കരുണ കാണിക്കും. ഏത് വിധത്തിലായാലും യേശുവിന്റെ അടുക്കൽ ചെന്ന് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ് അവൻ ഹല്ലേലൂയ ഹൃദയം പകർന്ന് ഉറക്കെ നിലവിളിച്ച് ഉറക്കെ യാചിക്കുവാൻ എനിക്ക് നിനക്കും അധികാരം തന്നിട്ടുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലൊരു മനുഷ്യനെ കിട്ടത്തില്ല, ഒരു വ്യക്തിയെ കിട്ടത്തില്ല. ആമേൻ. യേശുവെ പോലെ മറ്റൊരാളെ കിട്ടത്തില്ല. യേശുവെ പോലെ വേറെ ഒരു വ്യക്തിയെ കിട്ടത്തില്ല, ഒരു ദൈവത്തെ കിട്ടത്തില്ല. ഈ ദൈവസന്നിധിയിൽ നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരെ പോലെയല്ല, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഭർത്താവിനെ പോലെയല്ല, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാര്യയെ പോലെയല്ല, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളെ പോലെയല്ല, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത മാതാപിതാക്കളെ പോലെയല്ല, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത കൂട്ടുവിശ്വാസികളെ പോലെയല്ല, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത പാസ്റ്ററെ പോലെയല്ല. നിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്, നാസറേയനായ യേശു. ഈ യേശുവിൽ ആശ്രയം കണ്ടെത്തിയ ജനത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഈ യേശുവിൽ ജീവിതം കണ്ടെത്തിയ ജനത്തിന് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവമുള്ളവർക്ക് പാടാൻ വേണ്ടി എഴുതിയ പാട്ടുകളൊക്കെ നമ്മൾ ചുമ്മാ ട്യൂൺ ഒപ്പിച്ച് പാടുന്നത്. എന്നാൽ അനുഭവത്തിൽ നിന്ന് പാടാൻ സാധിച്ച ട്യൂണിനേക്കാൾ അതിൻ്റെ അർത്ഥവും അതിൽ ജീവിതത്തിൽ നടത്തുന്ന ക്രിയകളുമാണ് വലുത്. ഹല്ലേലൂയ. അർത്ഥം ആലോചിച്ച് ട്യൂണിൻ്റെ വിഷയമല്ല, ട്യൂണ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അർത്ഥം ആലോചിച്ച് ട്യൂണ് നോക്കി നന്നായി ഹൃദയത്തിൽ നിന്ന് ഒരു പാട്ട് പാടാൻ ഇന്ന് പകല് സാധിക്കുന്നില്ല. എന്നോട് ചേർന്ന് പാടി ഞാൻ ഈ ശുശ്രൂഷയോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്ക്. ദൈവം നടത്തിയില്ലേ? കഷ്ടങ്ങളിൽ നടത്തിയില്ലേ? നഷ്ടങ്ങളിൽ നടത്തിയില്ലേ? പ്രതികൂലങ്ങൾ നടത്തിയില്ലേ? ഒരു മനുഷ്യൻ സാധിക്കാതെ നടത്തിയില്ലേ? എന്റെ തീർന്നില്ല. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷി
ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാൾ മറക്കുന്നില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാൾ മറക്കുമില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. രോഗശയ്യയിൽ എനിക്ക് വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. രോഗശയ്യയിൽ എനിക്ക് വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. കൊടുംവെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര നല്ലവൻ, കൊടുംവെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര നല്ലവൻ. തീർന്നില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്, എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്, എല്ലാം സമൃദ്ധിയായി നൽകിടുന്നു. എന്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. ഈ യേശു എനിക്ക് മതി, ഈ യേശു എനിക്ക് രാജാവായി, ഈ യേശു എനിക്ക് ഇടയനായി, ഈ യേശു എനിക്ക് കർത്താവായി, ഈ യേശു എനിക്ക് രോഗശാന്തിയായി, നല്ല വൈദ്യനായി, ഈ യേശു എനിക്ക് നല്ല കൂട്ടാളിയായി, ഈ യേശു എൻ്റെ സങ്കടം കേൾക്കുന്നവനായി, എൻ്റെ നിലവിളി കാണുന്നവനായി, എൻ്റെ സങ്കടം ബോധിപ്പിക്കാൻ കൊള്ളാവുന്നവനായി. യേശു മതി, എനിക്ക് യേശു മതി. ഇന്ന് പുതുതായി വന്നവരോട് ഞാൻ ആദ്യം ചോദിക്കട്ടെ, എനിക്ക് യേശു മതി. തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ വലത്തുകരം ഉയർത്തിയാട്ട് ആദ്യം നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു മാത്രം മതി. ഹല്ലേലൂയ. കരമുയർത്തി എഴുന്നേറ്റ് നിൽക്കാം. എനിക്ക് യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. ഓൺലി ജീസസ്, ഓൺലി ജീസസ്, ഓൺലി ജീസസ്. മുമ്പോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ആദ്യം ഞാൻ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. യേശു മാത്രം മതി. മുമ്പോട്ട് വന്നാട്ടെ, അവരെ മുമ്പോട്ട് വിട്ടാട്ടെ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഇനിയും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും നമ്മൾ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നാട്ടോ. ഇന്ന് രാത്രി, ഇന്ന് പകൽ യേശു നിന്നെ വിടുവിക്കട്ടെ, യേശു നിന്നെ സ്പർശിക്കട്ടെ, യേശു നിന്റെ വിഷയങ്ങളെ തൊട്ട് പരിഹാരം വരുത്തട്ടെ. 2012 വന്ന സകല ദുഃഖങ്ങളെ മാറ്റിക്കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ 2013 പ്രവേശിക്കുവാൻ ദൈവകൃപ വ്യാപരിക്കട്ടെ. പാരമ്പര്യ ശക്തികളെ, പൗരോഗത്യ ശക്തികളെ, ജാതീയ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ താമെ താല്പര്യമുള്ളവർക്ക് മുമ്പോട്ട് വരുവാൻ തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ.
ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം അവസരങ്ങളുള്ളത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുവാനുള്ള അവസരം ദൈവാത്മാവ് തരുന്നെങ്കിൽ, നിന്റെ ഹൃദയത്തോട് ഇടപെടുന്നെങ്കിൽ എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകണമേ. ഞാൻ ദൈവ സ്നേഹത്തിലായ ഓർപ്പിക്കുകയാണ്. ഇനിയും ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് മുമ്പോട്ട് വന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മടങ്ങിപ്പോകാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും ആരാധിച്ചോട്ടെ. ഇന്നൊരു വിടുതലോടെ മടങ്ങിപ്പോകണം. ഇവിടെ വന്നത് വെറുതെയാകരുത്. വലിയ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിൽ അതിന്മേൽ ഇന്നൊരു വിടുതലോടെ മടങ്ങിപ്പോകാൻ ദൈവശക്തി വ്യാപരിക്കാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരാൾ എഴുന്നേറ്റ് മുമ്പോട്ട് വിടാൻ പറ. അത് നിൽക്കുന്ന ഒരാളെ മുമ്പോട്ട് വിടാം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ വരാൻ വയ്യ? എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞത്. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വരുന്നവർക്ക് വേണ്ടി എല്ലാവരും ഇവരുടെ നേരെ കൈ നീട്ടി പിടിച്ചാട്ടെ. നിങ്ങളുടെ കരം ഇങ്ങോട്ട് നീട്ടി പിടിച്ചാട്ടെ. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഉറക്കെ പറ. കർത്താവായിരിക്കുന്ന യേശുവേ, ഈ നിൽക്കുന്നവർ കർത്താവായിരിക്കുന്ന യേശുവേ പറഞ്ഞാട്ട് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയൻ അടുത്തു വരുന്നു. ഇന്ന് പകല് ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവ്, യേശു ക്രിസ്തു എൻ്റെ കർത്താവ്. യേശുവിന് വേണ്ടി ഇന്നു മുതൽ ഞാൻ ജീവിക്കും, വചനമനുസരിച്ച് ജീവിക്കും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും കൃപയുടെയും ശക്തി, ഇത് നെയിം ഓഫ് ലോർഡ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ, നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഭവനത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന അവൻ ദുഷ്ടശക്തികളുടെ മേൽ ജയമെടുത്ത് ആരാധിക്കുവാൻ ഉടബല ഹതുലക ജലബല ഹതുലക ജലബല ഹതുലക ജലബല എല്ലാവരും ശക്തിയോടെ ആരാധിച്ചാട്ട് ബന്ധനങ്ങൾ അഴിക്കുന്ന യേശുവിൻ്റെ കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തലമുറകളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വിഷയങ്ങളെ ഇട്ടുകൊണ്ട്, സാമ്പത്തിന്റെ വിഷയം ഇട്ടുകൊണ്ട് പോരാടുന്ന ദുഃഖങ്ങൾ അകത്ത് മാറട്ടെ. യേശുവിന്റെ നാമത്തില് ഈ കുടുംബത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ജയമെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തോട്, തലമുറയോട് പോരാടിക്കൊണ്ട് ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ബിസിനസിനോട്, ജോലിയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറ സൗന്ദര്യ കുടുംബ സമാധാനം കെടുത്തവണ്ണം പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ ഉടവല ഹതുലക ജലമ ഒന്നിനും അർത്ഥമില്ലാതാക്കുന്ന ദൈവകൃപ, പൈശാചിക ശക്തി ഈ ദൈവകൃപയാൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലെ കഴിഞ്ഞ നാളുകളിലെ പ്രയത്ന ഫലങ്ങളെ ഫലമാക്കിക്കൊണ്ട് പോരാടിയ ദുഷ്ടശക്തി വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നന്മകൾക്കെതിരായി നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉടമല ഹതലക എല്ലാവരും ശക്തിയോടെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറ്റങ്ങൾ നടക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കോട്ടകൾ ഇടിയട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. കാലയിൽ നിങ്ങൾക്ക് അത് സ്ഥാനത്ത് പോയിരിക്കാം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്ന് ഞാനൊരു വിഷയമായിട്ടൂടെ വന്നു. എനിക്കതിന് മറുപടിയും കൊണ്ട് പോകണം. ഫേസ് സീറ്റിലെ വിശ്വാസികളായാലും പുറത്തുനിന്ന് വന്നവരായാലും ഞാനൊരു വിഷയം കൊണ്ട് വന്നു. 2013 ഈ വിഷയം എന്നെ ഇനി അലട്ടാൻ പാടില്ല. പ്രൈസ് ഗോഡ്. ചില ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ 2013. ഈ 2013 പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന വിഷയം നിന്നെ അലട്ടാൻ പാടില്ല. ഒരു സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ വിഷയമുള്ളവർ കരമുയർത്താം. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, 2012 പുറകോട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം കെടുത്തിക്കൊണ്ട് സന്തോഷം കെടുത്തിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും ഞങ്ങൾ ജയമെടുക്കുകയാണ്. സാമ്പത്തിക മേഖലകളിൽ തകർക്കാൻ നിൽക്കുന്ന ശക്തികൾ വിട്ടുപോ. ജോലിയുടെ മേഖലകളിൽ തകർക്കാൻ നിൽക്കുന്ന ശക്തികൾ വിട്ടുപോ. കുടുംബ ജീവിതത്തിൽ തകർത്തിയിടുന്ന ശക്തികൾ വിട്ടുപോ. തലമുറകളെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികൾ വിട്ടുപോ. തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ശക്തികൾ വിട്ടുപോ. ആരോഗ്യത്തിന്റെ മേലെതിരായി പോരാടിക്കുന്ന പോരുകൾ വിട്ടുപോ. അവൻ കുടുംബ ബന്ധങ്ങൾ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ട ശക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ.
ആത്മീയമായി മുന്നേറുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, ഉപവസിക്കുന്നതിന്, ആരാധിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഫറവോന്യ ശക്തികൾ ഈ ദിവസം യേശുവിന്റെ നാമത്തിൽ വിട്ടു പോ. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. തുടർന്ന് ചില നിമിഷങ്ങൾ